ആലപ്പുഴ ചേർത്തലയിൽ നേരത്തെ പറഞ്ഞ വാർത്ത, വീട്ടിലേക്കുള്ള വഴിയിൽ CPIM സ്ഥാപിച്ച കൊടി സ്ത്രീകൾ എടുത്തു മാറ്റി. വഴിത്തർക്കത്തെ തുടർന്ന് 8 മാസം മുൻപാണ് CPIM കൊടി നാട്ടിയത്. കൊടി മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് കൊടിമരത്തിൽ ഗൃഹനാഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. മര്യാദയുടെ പേരിൽ പറഞ്ഞു എന്റെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും റോഡിങ്ങോട്ട് ആരും നടന്നില്ല. അപ്പുറത്തുകാരുടെ സ്ഥലം മേടി സ്ഥലത്തിന്റെ കാശ് ഞാൻ തരാന്ന് പറഞ്ഞ അനൂപ് ചാക്കോ എന്റെ വീട്ടിൽ വന്നപ്പോ അനൂപ് ചാക്കോ സ്ഥലം ഈ വെയില് പൊളിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ് അനൂപ് ചാക്കോ വീട്ടിലല്ല, അനൂപ് ചാക്കോടെ പെണ്ണക്ക അമ്മക്ക കൂടുതലുള്ളവർക്ക് ഇങ്ങനെ മനീഷ് മഹിവാൾ ചേർന്നു. മനീഷ്, ഈ സാമന്താനം ഭേദം ദണ്ഡം എന്നൊക്കെ പറയുന്ന പോലെ പല അർത്ഥത്തിൽ പറഞ്ഞു നോക്കി കാര്യമില്ല. പിന്നെ ചേച്ചിമാര് പയ്യെ പാരയാട്ടം ഇറങ്ങി. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ്. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്ന രീതിയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത് CPMന്റെ കൊടി സ്ത്രീകൾ ചേർന്ന് വേറെ രീതിയിൽ വേറെ ചില പ്രചരണങ്ങളുടെ ഭാഗമായി എടുത്തു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള പ്രചരണ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. 2024 മെയ് 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ്. ഇത് ചേർത്തലയിൽ 15-ാം വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് നാളുകളായി പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷി വാരാചരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിയാണത്. ആ കൊടി ഒരു വഴിയുടെ മുമ്പിലാണ്, അതായത് ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു കൂട്ടർ ആ സ്ഥലം വാങ്ങി അവിടെ വീട് പണിക്ക് തുടങ്ങുന്ന സമയത്താണ് 8 മാസങ്ങൾക്ക് മുൻപ് അവിടെ കൊടി സ്ഥാപിച്ചത്. ഈ കൊടി മാറ്റണമെന്ന് അവർ നിരന്തരമായി ആവശ്യപ്പെടുന്നു. രശ്മി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ പേരിലുള്ള സ്ഥലമാണത്. അതിൻ്റെ മുൻപിൽ ഈ കൊടി സ്ഥാപിക്കാനായി CPIM കൗൺസിലർ അനൂപ് ചാക്കോയാണ് അവിടെ രംഗത്തെത്തിയിട്ടുള്ളത്. ആ കൊടിമരത്തിൻ്റെ മുൻപിൽ നിന്ന് ആ കൊടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വ്യക്തിയുടെ പേര് അനൂപ് ചാക്കോ. അദ്ദേഹം 15-ാം വാർഡിലെ CPIMന്റെ കൗൺസിലറാണ്. ഒപ്പം തന്നെ മറ്റ് 2 CPM പ്രവർത്തകർ ചേർന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ കൊടി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിഷയം ഈ കൊടി നിൽക്കുന്ന സ്ഥലം അതിനെ ചൊല്ലിയുടെ തർക്കമാണ്. അത് നഗരസഭയുടെ സ്ഥലമാണ്. അത് റോഡിന് വികസനം വരുന്ന സമയത്ത് റോഡ് അതിന് ഏറ്റെടുക്കേണ്ട സ്ഥലമാണെന്ന ഒരു വാദമാണ് CPM ഉന്നയിക്കുന്നത്. പക്ഷേ അത് അവരുടെ വീട്ടിലേക്കുള്ള വഴിക്ക് മുമ്പിലാണെന്നുള്ള മറുവാദം വീട്ടുകാർ ഉന്നയിക്കുന്നു. അവർ വീട്ടിലേക്ക് ഗൃഹനിർമ്മാണം നടക്കുന്ന സമയത്ത് ഉപകരണങ്ങളടക്കമുള്ള സാമഗ്രികൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപായിരുന്നു ആ വീട്ടിലെ ഈ അഞ്ജലിയുടെ അമ്മാവൻ പുരുഷോത്തമൻ ആ കൊടിമരത്തിനെ കെട്ടിത്തൂങ്ങാനുള്ള ശ്രമം നടത്തിയത്, ആത്മഹത്യാ ഭീഷണി മുഴക്കി. അതിന് പിന്നാലെ സഹികെട്ടാണ് ഇപ്പോൾ സ്ത്രീകൾ 3-4 പേർ ചേർന്ന് ആ അതൊരു ചേച്ചി പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ മാത്രം കൂടിയല്ല ഞങ്ങളുടെ കൂടെ കൂടിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കാണണ്ട, അത് മറ്റു വഴിയില്ലാതെ സ്ത്രീകൾ ഗതികെട്ടിറങ്ങി എന്ന് കണ്ടാൽ മതി അല്ലേ? അതെ ഹാഷ്മി, അതായത് ഞാൻ അത് ആ സ്ത്രീ അവരൊരിക്കലും പാർട്ടിയോ അല്ലെങ്കിൽ CPMനെ എതിർത്തുകൊണ്ടല്ല അത് എടുത്ത് മാറ്റുന്നത്. അവരുടെ മുമ്പിൽ തന്നെ ആ കൊടി വെച്ചതുകൊണ്ടാണ്. അവരെല്ലാവരും CPM അനുഭാവികളായിട്ടുള്ള ആളുകൾ കൂടിയാണ്. ആ കുടുംബത്തിലെ ചില വ്യക്തികൾ CPIയിലേക്ക് പോയതിന് ചില പ്രശ്നങ്ങളും ഇതിൻ്റെ അണിയറയിലുണ്ട് എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താണെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് ആ സ്ത്രീകൾ തന്നെ നമ്മളോട് അടുത്ത മണിക്കൂറുകളിൽ പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് മാറ്റണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടു. ആ മാറ്റണമെന്നുള്ള ആവശ്യം ന്യായമായ ആവശ്യമായിരുന്നു, അത് കേട്ടില്ല. അപ്പോൾ ചേച്ചിമാർ പോയി അതിന് പരിഹാരമായിട്ട് ഇറങ്ങി പരിഹാരം കാണുകയും ചെയ്യും.